കൊച്ചിക്കടുത്ത് കൊച്ചിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി വേമ്പനാട് കായലിനാൽ ചുറ്റപ്പെട്ട് പച്ചപ്പരവതാനി വിരിച്ചിരിക്കുന്ന ഒരു കൊച്ചു ദ്വീപാണ് വല്ലാർപാടം. അവിടെ എത്ര ദൂരെ നിന്ന് നോക്കിയാലും കാണാവുന്ന രീതിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു പള്ളിയുണ്ട്. അതാണ് വല്ലാർപാടത്തമ്മയുടെ പള്ളി. ഇന്ന് നാം എത്തിയിരിക്കുന്നത് പ്രസിദ്ധമായ വല്ലാർപാടം തീർത്ഥാടന കേന്ദ്രത്തിലാണ്. ചരിത്രരേഖകളിൽ ഇടം നേടിയ വല്ലാർപാടം പള്ളി പരിശുദ്ധ മാതാവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. വല്ലാർപാടത്ത് ഏറ്റവും ആദ്യം സ്ഥാപിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പരിശുദ്ധാത്മാവിന്റെ ദേവാലയം കൂടിയാണിത്. AD 1524 പോർച്ചുഗീസ് മിഷണറിമാർ വല്ലാർപാടം പള്ളിയിൽ കാരുണ്യമാതാവിന്റെ ചിത്രം പ്രതിഷ്ഠിച്ചത്. വല്ലാർപാടം പള്ളിയുടെ കഥ തുടങ്ങുന്നത് ഇവിടെയാണ്. വല്ലാർപാടം പള്ളിയുടെ അൾത്താരയിൽ തിളങ്ങി നിൽക്കുന്ന മാതാവിന്റെ അതിമനോഹരമായ അത്ഭുത ചിത്രത്തിനുമുണ്ട് ഒരു കഥ പറയാൻ. പണ്ട് അതായത് ഏകദേശം AD 1676 ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ആ വെള്ളപ്പാച്ചിലിൽ അന്നുണ്ടായിരുന്ന ദേവാലയം മുഴുവനായി നശിച്ചുപോയി. ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ട മാതാവിന്റെ ചിത്രം മലവെള്ളത്തിൽ ഒഴുകിപ്പോയി. എല്ലാവരും ആ ചിത്രം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. അങ്ങനെയിരിക്കെ കൊച്ചി മഹാരാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്ത് രാമൻ വല്യച്ഛൻ വഞ്ചിയിൽ വേമ്പനാട്ട് കായലിലൂടെ പോവുകയായിരുന്നു. അദ്ദേഹത്തിനൊപ്പം വേറെയും വഞ്ചികളും ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. വഞ്ചിയിൽ കൂടി പോകുമ്പോൾ പരിശുദ്ധ മാതാവിന്റെ ഒരു ചിത്രം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു. ഒഴുകിക്കൊണ്ടിരുന്ന ആ ചിത്രം എടുക്കാൻ പാലിയത്തച്ഛൻ പരിവാരങ്ങളെയും ദാസന്മാരെയും വിട്ടു. പക്ഷേ ചിത്രം പിന്നെയും ഒഴുകിപ്പോയി. തൊട്ടടുത്തായിരുന്നിട്ടും ആർക്കും അത് തൊടാനായില്ല. എല്ലാവരും ആ അത്ഭുത ചിത്രമെടുക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. അവസാനം പാലിയത്ത് രാമൻ വലിയച്ഛൻ തന്റെ വഞ്ചിയിലിരുന്ന് കൈ നീട്ടിയപ്പോൾ അത്ഭുതകരമായി ആ ചിത്രം അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് തനിയെ പറന്നെത്തി. ഈ അത്ഭുതം സ്വയം അനുഭവിച്ചറിഞ്ഞ പാലിയത്തച്ഛൻ വല്ലാർപാടത്ത് ദേവാലയം നിർമ്മിക്കാൻ ഭൂമിദാനം ചെയ്യുകയും ദേവാലയത്തിന് കെടാവിളക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. ഈ കെടാവിളക്ക് ഇന്നും കെടാതെ വല്ലാർപാടം പള്ളിയുടെ അൾത്താരയിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നുണ്ട്. മാതാവിന്റെ അത്ഭുത ചിത്രം വിശ്വാസികൾക്ക് കൈമാറിയ സ്ഥാനത്താണ് ഇന്ന് കൊടിമരം സ്ഥാപിതമായിരിക്കുന്നത്. AD 1718 കേരളത്തിന്റെ അപ്പോസ്തോലിക വികാർ യോഹന്നാൻ ബപ്തിസ്ത മുൾത്തോദോ ബന്ധന വിമോചകനാഥയുടെ സഖ്യവും അടിമ സമർപ്പണവും ആരംഭിച്ചു. 1750 ബന്ധന വിമോചകനാഥയുടെ കൊംബ്രേരിയ സഖ്യത്തിന് റോമിന്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. വല്ലാർപാടത്തമ്മയുടെ ചിത്രത്തിലെ അമ്മയെയും കുഞ്ഞിനെയും AD 1752 മാതാവ് രക്ഷിച്ചത്. ആ സംഭവ കഥ ഇങ്ങനെയാണ് പറയുന്നത്. 1752 പരിശുദ്ധ ദേവമാതാവ് മീനാക്ഷിയമ്മയെയും കുഞ്ഞിനെയും രക്ഷിച്ചത്.
ആ സംഭവ കഥ ഇങ്ങനെയാണ്. അന്ന് മീനാക്ഷിയമ്മയും കുഞ്ഞും കൂടി വഞ്ചിയിൽ മട്ടാഞ്ചേരിയിലേക്ക് ചോറൂണിന് പോവുകയായിരുന്നു. പെട്ടെന്നുണ്ടായ പേമാരിയിലും കൊടുങ്കാറ്റിലും വഞ്ചി മറിഞ്ഞു. വഞ്ചിയിലുണ്ടായിരുന്ന മീനാക്ഷിയമ്മയും കുഞ്ഞും വെള്ളത്തിൽ മുങ്ങിപ്പോയി. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ അവരെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. മീനാക്ഷിയമ്മ വല്ലാർപാടത്തമ്മയെ വിളിച്ചപേക്ഷിച്ചു. തങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ മാതാവിൻ്റെ അടിമയായി ഇരുന്നു കൊള്ളാമെന്ന് നേർച്ച നേർന്നു. അന്ന് രാത്രി അന്നത്തെ വികാരിയച്ഛനായിരുന്ന മിഗേൽ കൊറയ്ക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി. മീനാക്ഷിയമ്മയും കുഞ്ഞും വെള്ളത്തിനടിയിൽ സുരക്ഷിതരായിരിക്കുന്നു. അവരെ രക്ഷിക്കണമെന്നായിരുന്നു സ്വപ്നം. ആദ്യത്തെ സ്വപ്നം അച്ഛൻ കാര്യമാക്കിയില്ല. പിറ്റേ ദിവസവും അതേ സ്വപ്നം കണ്ട വൈദികൻ പള്ളിയിൽ അത് വിളിച്ചു പറഞ്ഞു. ആളുകൾ വള്ളത്തിൽ മീനാക്ഷിയമ്മയെ തിരഞ്ഞ് വേമ്പനാട്ട് കായലിൽ മുഴുവൻ അന്വേഷിച്ചു. മൂന്നാം ദിവസം മീനാക്ഷിയമ്മയെയും കുഞ്ഞിനെയും യാതൊരുവിധ കുഴപ്പവുമില്ലാതെ കണ്ടെത്തി. പരിശുദ്ധ മാതാവിൻ്റെ ദർശനത്താലാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് മീനാക്ഷിയമ്മ സാക്ഷ്യപ്പെടുത്തി. പിന്നീട് കാരുണ്യമാതാവിൻ്റെ അത്ഭുത ചിത്രത്തിനൊപ്പം മീനാക്ഷിയമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം കലാകാരൻ വരച്ചു ചേർത്തു. 1888 ലിയോ 13 മാർപ്പാപ്പ വല്ലാർപാടം പള്ളിയുടെ അൾത്താരയെ പ്രത്യേക പദവിയിലേക്ക് ഉയർത്തി. 1895 ദേവാലയത്തെ സമ്പൂർണമായി ലയോർനാഥ് മെത്രാപോലിത്ത അഭിഷേകം ചെയ്യുന്നു. 1951 ഭാരത സർക്കാർ ഈ ദേവാലയത്തെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. രണ്ടായിരത്തി കേരള സർക്കാർ ഈ ദേവാലയത്തെ ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 12 ഈ ദേവാലയത്തെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 2004 ജോൺ പോൾ II മാർപ്പാപ്പ ഈ ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തി. 2016 ഇവിടുത്തെ അൾത്താര ജപമാല സഖ്യ അൾത്താരയായി. ഇവിടുത്തെ പ്രധാന നേർച്ചകൾ ഇവയെല്ലാമാണ്: പള്ളിയുടെ മുറ്റമടിക്കൽ. മീനാക്ഷി അമ്മയും കുഞ്ഞും ജീവിതകാലം മുഴുവൻ മാതാവിന്റെ അടിമയായി പള്ളിയും മുറ്റവും അടിച്ചുവാരിയതിന്റെ പ്രതീകമായിട്ടാണ് ഇന്നും ഇവിടെ മുറ്റമടിക്കുന്ന നേർച്ചയുള്ളത്. അടിമ നേർച്ച 1718 ഈ നേർച്ച തുടങ്ങിയത്. മീനാക്ഷി അമ്മയും കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനു ശേഷം അവർ മാതാവിന്റെ അടിമകളായി. ചോറൂണ്. തന്റെ കുഞ്ഞിന്റെ ആദ്യ ചോറൂണിനായി പോകുമ്പോൾ വഞ്ചി അപകടത്തിൽപ്പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത മീനാക്ഷിയമ്മ തന്റെ മകന്റെ ചോറൂണ് അമ്മയുടെ സന്നിധിയിൽ തന്നെ നടത്തി. ഇന്നും നിരവധി മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞോമനകളുടെ ആദ്യ ചോറൂട്ടിനായി വല്ലാർപാടത്തമ്മയുടെ സന്നിധിയിൽ എത്തുന്നുണ്ട്. കൂടാതെ ബോട്ട്, വഞ്ചി, വാഹനം എന്നിവയുടെ ആശീർവാദവും നടത്താൻ അനേകായിരങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ സ്നേഹവും സാന്നിധ്യവും സംരക്ഷണവും അനുഗ്രഹവും അനുഭവിച്ചറിഞ്ഞ സന്തോഷത്തിൽ യാത്ര തുടർന്നു.